ഹെർക്കുലിസ് കൊന്ന നെമിയൻ സിംഹം, റോമിലെ കൊളോസിയങ്ങളിൽ മത്സരത്തിൽ കൊന്ന ശക്തരായ പല പേരുകളുള്ള സിംഹങ്ങൾ. ചരിത്രത്തിലുടനീളമുള്ള സിംഹങ്ങളുടെ കഥ പരിശോധിച്ചാൽ അതിഭാവുകത്വം ചേർത്ത് മിഥ്യകളോടെ അവതരിപ്പിച്ചതായി നമുക്ക് കാണാം. ഡിസ്നിയുടെ ചരിത്ര കഥാപാത്രമായ ലയൺ കിങ്ങിലെ മുഫാസ, സിംബ, ആഫ്രിക്കൻ കാടുകളിലുടനീളമുള്ള എല്ലാ പ്രൈഡിലെയും സിംഹങ്ങളുടെ മേൽ അധികാരമുണ്ട് എന്ന് പറയുന്നു. മാപ്പോഗോസ് സിംഹങ്ങൾ അതിമാരകമായ ക്രൂരതകൾ കാട്ടിയപ്പോൾ അവയ്ക്ക് അധികാരപരമായ ഒരു മേൽക്കൈ മറ്റു സിംഹങ്ങളുടെ മേൽ ഉണ്ട് എന്ന് നമ്മൾ അവതരിപ്പിച്ചു. പക്ഷേ റിയാലിറ്റിയിൽ ഇതൊന്നും ഇല്ല. അങ്ങനെ ഒരു സിംഹത്തിന് റാങ്കിങ്ങോ മേൽക്കൈയോ ഒരിക്കലും സാധ്യമല്ല. സിംഹങ്ങൾ അവർക്കുമേൽ വിധേയപ്പെടുത്തിയ നിയമങ്ങൾക്കനുസരിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷേ ചില സിംഹങ്ങൾക്ക് ക്രൂരത അല്പം കൂടുമ്പോൾ അവർ ചെയ്തു കൂട്ടുന്ന ചെയ്തികളെ നമ്മൾ ചെയിനായി എടുത്ത് ഭാവുകത്വം ചേർത്തി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പൊക്കമുള്ള ചില കഥകളിൽ ഏതെങ്കിലും ഒരു സിംഹത്തെ ഹൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലെ യാഥാർത്ഥ്യം ഇത് മാത്രമാണ്: സിംഹങ്ങൾ സമത്വസുന്ദരമായ ഒരു ലോകത്താണ് ജീവിക്കുന്നത്. ആർക്കും പ്രത്യേക റാങ്കില്ല.